ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പോരാട്ടം കടുപ്പിച്ച് സർക്കാർ. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് സർക്കാർ കത്തയച്ചു. പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നും വിമർശനം ഉയർത്തി. പ്രധാനമന്ത്രിക്കും കത്ത് കൈമാറിയിട്ടുണ്ട്. ഗവർണറും സർക്കാരും തമ്മിൽ ഏറെ നാളായി തുടരുന്ന തർക്കം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ സാമ്പത്തിക വിഷയങ്ങൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമായും സർക്കാരിനെതിരെ ഗവർണർ നിലപാട് ഘടിപ്പിച്ചു. ഇതോടെയാണ് ഏറെ ഗൗരവമുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചിരിക്കുന്നത്. നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞുവെച്ച നടപടി ചൂണ്ടിക്കാട്ടി ഗവർണർ ചുമതലകൾ നിറവേറ്റുന്നില്ലെന്ന വിമർശനമുയർത്തിയാണ് സർക്കാർ നടപടി. സർക്കാരിന്റെ സുഗമമായ ഭരണനിർവഹണത്തിന് രാഷ്ട്രപതി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. നിലവിൽ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാൻ വൈകുന്ന ഉൾപ്പെടെയുള്ള ഹർജികൾ സുപ്രീം കോടതിക്ക് മുന്നിലാണുള്ളത്. സെനറ്റിലേക്ക് ഗവർണറുടെ നോമിനികളെ നിയമിച്ചതിലുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയർത്തിയിരിക്കുന്നത്. SFI ഗവർണർ പോരാട്ടമായി നിലവിലെ പ്രതിഷേധങ്ങൾ മാറിയിട്ടുമുണ്ട്. പ്രതിഷേധത്തിനിടെ ഗവർണർ പുറത്തിറങ്ങി പ്രതിരോധിച്ചത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പിന്നാലെ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് പറഞ്ഞ ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലേക്ക് എത്തിയതും പ്രോട്ടോകോൾ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഏതായാലും സർക്കാർ ഗവർണർ പോര് കുറെ കൂടി കനക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.